വെൽക്കം ടു മലയാളീസ് കിച്ചൻ. ഇന്ന് നല്ലൊരു വെറൈറ്റി ഡിഷ്, എന്നും നല്ല പുതുമയുള്ള ഡിഷുകളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇത് ഷെയർ ചെയ്യുക. എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത ഡിഷ്, നമ്മുടെ എന്താണ് ഡിഷ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൻ. ഞാൻ ഉമാകൃഷ്ണൻ. ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷ് തയ്യാറാക്കാം. ചോറിനും അതുപോലെ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്കിത് ട്രൈ ചെയ്യാവുന്ന നല്ലൊരു ഡിഷാണ്. ഞാനിത് ഉപ്പ് മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. കാര്യം കുറച്ചും കൂടി നമുക്ക് വീഡിയോ ഫാസ്റ്റ് ആക്കാനും കുറച്ച് ഈസി ആക്കി എടുക്കുവാനുമായിട്ട് ഞാനിത് ഓൾറെഡി വേവിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. കൂടാതെ ഞാനിവിടെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്കൊക്കെ ഇടുന്നത് പോലെ ജസ്റ്റ് ഉപ്പിടാതെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു സവോളയുണ്ട്, ഒരു സവോള ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി നമുക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും, അതുപോലെ വെജിറ്റബിൾ മസാല അല്ല എന്നുണ്ടെങ്കിൽ നോൺ വെജിറ്റബിളിൻ്റെ മസാല എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ വെജിറ്റബിൾ മസാല 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത്രയും കൂടി നമുക്ക് ഈ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം മസാല നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറി മൂപ്പത്ത ആ ഒരു മണം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. ഞാനിത് ഉപ്പിടാതെ വറുത്തതാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ചക്കക്കുരു വേവിച്ചപ്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ ഉള്ളിക്ക് വേണ്ടുന്ന, സവോളയ്ക്ക് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചക്കക്കുരുവും കൂടി ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാല ചക്കക്കുരുവിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ആവി ഒന്ന് കയറ്റി ജസ്റ്റ് ഒന്ന് ആ ചക്കക്കുരുവിൽ നമ്മുടെ ഈ മസാല ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. കാര്യം മസാല നമ്മുടെ ചക്കക്കുരുവിൽ കംപ്ലീറ്റ് ഒന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്ത് ഒന്ന് കടുക് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിന് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് ഞാൻ കടുക് താളിക്കാനായിട്ട് നമുക്ക് ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് കടുകിടാം. എണ്ണയും ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ ഫ്രൈ. അത് നമുക്ക് ഇത് ചക്കക്കുരു എന്ന് പറയുമ്പോഴത്തേക്കിനും ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ചക്കയും ചക്കക്കുരുവൊക്കെ വളരെ ഇപ്പം നമ്മൾ പുറത്ത് കൂടുതൽ യൂസ് ചെയ്യാത്ത ഒരു ഐറ്റമാണ് ചക്ക ഇപ്പം നമുക്ക് ഈ ഒരു സമയം തന്നെ ചക്കയുടെ ഒരു സീസണാണ്. അപ്പം എല്ലാം നന്നായിട്ട് ട്രൈ ചെയ്യുക. അപ്പം ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഞാനിപ്പം ചക്കക്കുരു ആദ്യം ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിരുന്നതാണ്. അതുപോലെ
ഉപ്പിടാതെ സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് കൂടിയാണ്. അപ്പം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും ഒപ്പമൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ ഫ്രൈ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം കണ്ടുപോകണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.